പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം ഉണ്ടാകാത്തിക്കുന്ന നമ്മെ തിരുക്കുമാരനെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവിന് സ്തുതി. ഒന്നാം ദിവസം എന്റെ ഭർത്താവിൽ ആസ്വദിക്കുമ്പോൾ ചോര ദിവസം ധ്യാനിക്കുക. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ട. മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ആശീർവദിക്കണമേ. ഈ ജലത്താൽ ഞങ്ങളെ വിശദീകരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സുഖദ്രവ്യങ്ങളുടെയും പരിമളത്തിന്റെയും ആത്മാദേവനെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ
അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരെ ഞങ്ങൾ ക്ഷമിച്ചിരുന്നോടെ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വിടാനിടയാകരുത്. നഷ്ടാരികയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന രാജ്യശക്തിയും പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാണ് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യർ പുൽക്കൊടിക്ക് തുല്യമാവുന്നു, മരിച്ചുയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ പാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിരസ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേലെന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യർ പുൽക്കൊടിക്ക് തുല്യമാവുന്നു, മരിച്ചുയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾക്ക് പരിമിതങ്ങളാകുന്നു, മരിച്ചുയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരും എനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾക്ക് പരിമിതങ്ങളാകുന്നു, മരിച്ചുയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്ക് തല ഉയർത്തുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിക കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ വരമീദാസി കരുളേണം. കർത്താവ് വലിയവനും സുദീർഘനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മറ്റൊരു ശരണം നീയല്ല. യോഗം വ്യക്തം സകലേശ ഞങ്ങൾ കരുണ ജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം വിക്ഷേപിക്കും അനുജനു ഞാൻ. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർദ്ദനമത്യത പുണരുന്നു, ക്ഷയമുള്ളവന് ക്ഷയനാകും. മർദ്ദനയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിശിക കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കും ആമേൻ. മഹിമയോടന്തിമ വിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവർക്ക് വലം ഭാഗ്യം നൽകണമേ. നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരേ, വിശുദ്ധ പൗലോസ് ലേഖനം
ജീവിക്കട്ടെ. എന്റെ സഹോദരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തത് പോലെ നിങ്ങൾക്ക് തീർന്ന് ആഗ്രഹിക്കുന്നു. ഈശോ മനുഷ്യ ഉയർത്തുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവമീശയിൽ മരിച്ചവരെയും അവനോട് കൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചവർക്ക് മരിച്ചവ കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവളത്തിനോടെ സ്വർഗത്തിൽ എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തി നിൽക്കും. അപ്പോൾ ജീവിച്ച കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവിടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മിൽ നിന്ന് തമ്പുരാന്റെ പക്കലേക്ക് തൻ്റെ നിത്യസമ്മാനം നേടാനായി യാത്ര തിരിച്ചിരിക്കുന്ന ഈ അമ്മയെ തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 87 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്ന വചനം കേൾക്കാനും അതനുസരിക്കാനും കുടുംബത്തിന് വേണ്ടി മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി അധ്വാനിക്കാനും വിശ്വാസപൂർവ്വം ഭൂമിയിൽ ജീവിക്കാനും ദൈവമേ അമ്മച്ചിക്ക് നൽകിയ എല്ലാ പ്രതാപനങ്ങളെ ഓർത്ത് നന്ദി പറയും. ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ദൈവത്തിന് പ്രിയപ്പെട്ടവരും. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ആയുസ് പൂർണ്ണമായി ഭൂമി ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. തമ്പുരാന പദ്ധതി അനുസരിച്ച് തമ്പുരാന് മഹത്വം നൽകിക്കൊണ്ട് തൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിച്ച് തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രയത്നിച്ച് നിത്യതയിലേക്ക് യാത്രയായിരിക്കുന്ന അമ്മച്ചിയെ കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് ഈ അമ്മച്ചി ജീവിതത്തിൽ ചൊല്ലിയ എല്ലാ പ്രാർത്ഥനകളും, അർപ്പിച്ച എല്ലാ വിശുദ്ധ കുർബാനകളും, സ്വീകരിച്ച എല്ലാ വിശുദ്ധ കുദാശകളും, ത്യാഗപൂർവ്വം ജീവിച്ചതിൻ്റെ എല്ലാ സഹനങ്ങളും സങ്കടങ്ങളുമൊക്കെ നല്ല ദൈവം ഈ അമ്മച്ചിക്ക് രക്ഷാകരമാക്കി തീർക്കാൻ വേണ്ടി നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അനുദാനം. ഈ അമ്മച്ചിയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നമുക്ക് തമ്പുരാനോട് നന്ദി പറയാം. നിത്യതയിൽ തമ്പുരാൻ്റെ കൂടെ ജീവിക്കുന്നതിന് നമ്മളെ യോഗ്യരാക്കുന്ന കാര്യങ്ങൾ, വിശ്വാസ ജീവിതം നമ്മൾ തിരിച്ചറിയുന്ന കാര്യങ്ങൾ, നമ്മൾ തമ്പുരാൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. തമ്പുരാൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം ദാനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. ഒന്നാമതായി നന്മ പ്രവർത്തിക്കുക എന്നുള്ളത്. തീർച്ചയായും അമ്മച്ചിയുടെ ജീവിതത്തെ കുറിച്ച് നോക്കുമ്പോൾ ഈ 3 കാര്യങ്ങളും ഈ അമ്മച്ചിയുടെ ജീവിതത്തിൽ സഫലമായിട്ടുണ്ടെന്ന് പ്രത്യാശയോടെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. എത്രയോ തവണ തമ്പുരാൻ്റെ വചനം കേൾക്കാനും വചനം വായിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള പരിശ്രമങ്ങൾ അമ്മച്ചിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. വിശുദ്ധ കുർബാനയും വിശുദ്ധ കുദാശകളും സ്വീകരിക്കാനുള്ള താല്പര്യം അമ്മച്ചിക്കുണ്ടായിരുന്നു. 2 ആഴ്ച മുൻപ് അമ്മച്ചി വിശുദ്ധ കുർബാന സ്വീകരിച്ചാണ് തമ്പുരാൻ്റെ പ്രിയപ്പെട്ട തമ്പുരാൻ്റെ പക്കലേക്ക് യാത്രയാകുന്നു. ഈ അമ്മച്ചി ഭൂമിയിൽ അറിഞ്ഞും അറിയാതെ എന്തുമാത്രം നന്മകൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാമാണ് ഈ അമ്മച്ചി തമ്പുരാൻ തിരുസന്നതയിൽ സ്വീകാര്യമാക്കുന്നതെന്ന് നമുക്കറിയാം. എങ്കിലും മാനുഷികമായ ദൗർബല്യങ്ങൾ കൊണ്ട് നമുക്കൊക്കെ ഉള്ളതുപോലെ ഈ അമ്മച്ചിയുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളും കുറവുകളും വന്നിട്ടുണ്ടാകാം. നല്ല ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഈ അമ്മച്ചി അനുഷ്ഠിച്ച എല്ലാ സൽകൃത്യങ്ങളുടെയും യോഗ്യത പരിഗണിച്ച് ഈ അമ്മച്ചി സ്വീകരിച്ച എല്ലാ വിശുദ്ധ കൂദാശകളുടെയും യോഗ്യത പരിഗണിച്ച് ഈ അമ്മച്ചി സഹിച്ച എല്ലാ സഹനങ്ങളുടെയും വേദനകളുടെയും മൂല്യം പരിഗണിച്ച് ഈ അമ്മച്ചിക്ക് നല്ല തമ്പുരാൻ വിശുദ്ധരുടെ കൂടെ നിത്യസൗഭാഗ്യം നൽകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അമ്മച്ചിയിൽ നിന്ന് ലഭിച്ച എല്ലാ നന്മകളും
ധാരാളം നന്മകൾ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഓർക്കാനുണ്ടാകും. അവയൊക്കെ നല്ല തമ്പുരാന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയായി കൃതജ്ഞതയുടെ ബലിയായി നമ്മൾ സമർപ്പിക്കാം. തുടർന്ന് ഈ അമ്മച്ചിക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളും ഈ അമ്മച്ചിയുടെ പേര് നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളും ഈ അമ്മച്ചിക്ക് വേണ്ടി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകളും ഉദാസുകളും ഒക്കെയും ഈ അമ്മച്ചിയുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് ഇടയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കോളയാട് അൽഫോൻസ ഇടവ കുടുംബത്തിൻ്റെ കീഴിൽ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അനുശോചനവും പ്രാർത്ഥനയും നേരുന്നു. വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക് അമ്മയ്ക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് വേണ്ടി അമ്മച്ചയോട് പ്രാർത്ഥിക്കുന്നത് തീർച്ചയാണ്. നല്ല ദൈവം നമ്മെ നമ്മുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കും. നമുക്ക് ഈ ആത്മാവിന് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിലുമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുന്നതിനായി നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാന നിർമ്മല സൂക്ഷ്മമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധമായി നിയമിക്കണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ലോകത്താതിന്റെ അമൂല്യമായ രത്നം ചിന്തിരക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മറ്റൊരു പ്രതീക്ഷയും ശരണവും പ്രധാനമായി ഈ ദിവസത്തിന്റെ മഹത്വത്തിന്റെ പ്രവയാൽ ഈ ആത്മാവിനെ പ്രവാസിപ്പിക്കുകയും സ്വർഗത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോടെങ്കിൽ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കാണ്ട് വേണ്ടി ലാസിന്റെ മനത്തിൽ സ്വയംകരണത്തിന് നിശ്ചയായി കരന്നിവ കണ്ണിൽ തുറക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോടെങ്കിൽ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവം നിശ്ചയായി നിന്റെ ദാസിയുടെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളും ചേർത്ത് കരയെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോടെങ്കിൽ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാധിക ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ. മഹനീയമായ ദൃഢത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുസ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനും ഉയിരും ഞാനാകുന്നു, കരയരുദേവം കരുണയുടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ നായകർത്തായ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
സംസ്കാര ശുശ്രൂഷയുടെ ആദ്യ ഭാഗം സമാപിക്കുന്നതിന് യുവകാലത്തിലേക്ക് പോവുകയാണ്. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. പ്രാർത്ഥന കേൾക്കട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാദ്രതയാ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമേലാത്തോ ഉന്നതമോർസ്ലേം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയും നീ ശിളഭങ്കുരമാ ലോകവും അതിലെ ജഡികാശകളും. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുഷ്ടത കുടിവാണഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. കരുണയെ അറിയിക്കണമേ. പോകണം കേട്ടോ. ഏറ്റവും പിറകിലാണ് സൈഡ് കൊണ്ടുപോകുന്നതുകൊണ്ട് പള്ളിയിൽ പോകുന്നവർ ദയവായി പോവുക. വണ്ടിയുള്ളവർ വണ്ടിയിൽ നടന്നു, ചെറിയ ദൂരമുള്ള നടന്നു കൂടെ അങ്ങ് പോവാം. ഏറ്റവും അവസാനം അമ്പലത്തിൽ കൊണ്ടുവരിക. നിന്റെ കരുണയെ അറിയിക്കണമേ. ശാന്തി മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ പാപേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോലെ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. പുതിയവനെ പുകഴ്ത്തുവിൻ. ദൂതർ വിളിക്കും കാകളനാദം. വിധി നാളുയരും മോഹനഗാനം. അതു കേട്ടുണരും മൃദരെല്ലാരും കീർത്തത്തിനായി കീർത്തന പോലും. ജീവ
ആത്മാവിനെ നീതിമാന്മാരെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ ധൈര്യത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സോപ്പാവണ നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞയേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി.
ഞങ്ങളുടെ ആദ്യം മുതൽ എന്നേക്കുവാമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിനെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം നിന്റെ വലതുഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തെങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഒരു കുന്തിരിക്ക് വിട്ട് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. മഴ പെയ്ത് തെന്നിക്കിടക്കുന്നുണ്ട്. സൂക്ഷിച്ച് കയറി വരിക. രണ്ട് വശത്തോടെ കയറി വന്ന് പതുക്കെ ഇറങ്ങിപ്പോകണമെന്ന് ഉറപ്പുവരുത്തുന്നു. ബന്ധുക്കളും പ്രിയപ്പെട്ടവർക്ക് മാറി നിൽക്കുന്നത് അവസാനം ചെയ്യാം. എൻ്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തു വലംഭാഗേ ആരാധിച്ചു ആകാശഭൂമി നിന്റേതാകുന്നു. ആകാശഭൂമി ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ. ഞങ്ങളുടെ മറ്റ് ശരീരങ്ങൾക്ക് ഉത്ഥാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് വെറുതെ കൊടുത്തവളെ വിശുദ്ധീകരിച്ച് കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനും നിത്യാശ്വാസം കൊടുക്കുന്നതിനുമായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയം അണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. മിശിഹ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയം അണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാം സാറായേലീശ്വാം മർത്തയൊടും കൂടെ കടശീലുദ്ധാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. മിശിഹ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയം അണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. യോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താൻ. മിശിഹ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയം അണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ.
കാട്ടിൽ മാൻപേടെ പോലെ കർത്താവ് നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവനെ നിരുതിരുന്നാമത്തിന് സ്തുതി. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവും പകൽ ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവെ നീ എന്തിന് നിരാശപ്പെടുന്നു? നീ എന്തിന് വിശ്വാസികളാകുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. മാൻപേരെ പോലെ കർത്താവ് എന്നെ തേടി വിളിക്കുന്നു. മരിച്ചിലേർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ജീവിതാഗമാശുത്താൽ ആശ്രയിപ്പിച്ച കർത്താവെ, ആ ശബ്ദ മഹനീയമായ നീതിവിധി ദിവസത്തിൽ ദാസിയെ വിളിക്കുകയും വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവന് നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും കർത്താവേ, മരിച്ചവരെ നീ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തെ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മുകളിൽ നിൽക്കുന്ന പറയാം. നമ്മളിതെല്ലാം കാണും ആരൊക്കെയാ പങ്കെടുത്തിരിക്കുന്നു. ഞാനെന്നേരം മെല്ലെ